മൂന്നാം ക്ലാസ്സിലെ ഇൻ ഹാർമണി എന്ന പാഠത്തിലെ ആക്ടിവിറ്റീസ് ആണ് ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. പാർട്ട് 1 ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ട് 2 ആണ്. ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഇതിൽ ചെയ്യാം. അപ്പോൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെൽ ബട്ടൺ കൂടി അമർത്തി ഒന്ന് ഓൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആക്ടിവിറ്റി 5 നോക്കാം. Dialogues of some characters in the story are given below. Identify the speaker. ഈ സ്റ്റോറിയിലെ ചില ക്യാരക്ടേഴ്സിൻ്റെ ഡയലോഗ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ആരാ പറഞ്ഞത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് വൺ, പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ. പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ എന്ന് ആരാ പറഞ്ഞത്? റോക്കിയാണ് പറഞ്ഞത്. പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ. ഇനി ലീവ് മീ ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്യൂറൽ. അതാരാ പറഞ്ഞത്? ക്യാറ്റ്. അടുത്തത് ഹെൽപ്പ് മീ അതാര് പറഞ്ഞു? മദർ ക്രോ. അപ്പം നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. മേക്ക് സ്യൂട്ടബിൾ റിഡിൽസ് ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. താഴെ തന്ന റിഡിൽസ് അതിൻ്റെ ശരിയായ സ്ഥാനത്ത് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നിരിക്കുന്നത് ഐ ഹാവ് ലോങ് ഫെതേഴ്സ്, ഐ ഡാൻസ് ഇൻ ദ റെയിൻ, ഐ ആം വെരി ബ്യൂട്ടിഫുൾ, ഹൂ ആം ഐ ഹാവ് ലോങ് ഫെതേഴ്സ്, എനിക്ക് നല്ല നീളമുള്ള ഫെതേഴ്സ് ഉണ്ട്. ഐ ഡാൻസ് ഇൻ ദ റെയിൻ, മഴ പെയ്യുമ്പോൾ ഞാൻ ഡാൻസ് ചെയ്യും. ഐ ആം വെരി ബ്യൂട്ടിഫുൾ, ഞാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഹൂ ആം ഞാൻ ആരാണ്? പീകോക്ക്. അടുത്തത് മൈ ബീക്ക് ഈസ് സ്ട്രോങ്, ഐ പെക്ക് ഓൺ ട്രീസ്, ഐ ഹാവ് എ ഫെദർ ക്രൗൺ, ഹൂ ആം മൈ ബീക്ക് ഈസ് സ്ട്രോങ്, എൻ്റെ കൊക്ക് നല്ല സ്ട്രോങ് ആണ്. ഐ പെക്ക് ഓൺ ട്രീസ്, ഞാൻ മരത്തിൽ കൊത്തുന്നതാണ്. ഐ ഹാവ് എ ഫെദർ ക്രൗൺ, തൂവലിൻ്റെ ഒരു കിരീടമുണ്ട് എൻ്റെ തലയിൽ. ഹൂ ആം ഞാൻ ആരാണ്? വുഡ് പെക്കർ. അപ്പോൾ ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ 2 പിക്ചർ തന്നിട്ടുണ്ട്. ഒന്നൊരു ഡോഗിൻ്റെ പിക്ചറും ഒന്നൊരു എലിഫൻറ്റിൻ്റെ പിക്ചറും. അപ്പോൾ മുകളിൽ തന്ന റിഡിൽസ് പോലെ തന്നെ ഈ ഡോഗിൻ്റെയും എലിഫൻറ്റിൻ്റെയും റിഡിൽസ് നിങ്ങൾ സ്വയം എഴുതണം. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം നോക്കാം. ഡോഗിൻ്റെ നമുക്ക് എങ്ങനെ റിഡിൽസ് കൊടുക്കാം? ഐ ആം എ പെറ്റ് എനിമൽ, ഐ ലുക്ക് ആഫ്റ്റർ യുവർ ഹോം, ഐ ബാർക്ക് ബൗ ബൗ, ഹൂ ആം ഇറ്റ്സ് എ ഡോഗ്. നെക്സ്റ്റ്, ഐ ആം ബ്ലാക്ക് ഇൻ കളർ, ഐ ആം ദ ബിഗ്ഗസ്റ്റ് അനിമൽ ഇൻ ലാൻഡ്, ഐ ഹാവ് എ ലോങ് ട്രങ്ക്, ഹൂ ആം ഇറ്റ്സ് ആൻ എലിഫൻറ്റ്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. ഹിയർ ആർ ദ പിക്ചേഴ്സ് ഓഫ് സം എനിമൽസ് ആൻഡ് ദയർ യങ് വൺസ്. ഇവിടെ കുറച്ച് എനിമൽസിൻ്റെ പിക്ചേഴ്സും അതിൻ്റെ യങ് വൺസ് ബേബീസിൻ്റെ പിക്ചേഴ്സും തന്നിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദം ആൻഡ് റൈറ്റ് ദ മിസ്സിംഗ് വേർഡ്സ് ഇൻ ദ സ്പേസ് ഗിവൻ. ആ തന്നിരിക്കുന്ന സ്പേസിൽ ആ ബേബീസിൻ്റെ പേരോ അല്ലെങ്കിൽ ആ മദർ അനിമലിൻ്റെ പേരോ ആണ് എഴുതേണ്ടത്. ഇപ്പോൾ 1 ഈസ് ഡൺ ഫോർ യു, ഒരെണ്ണം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, കൗ, കാഫ്. നെക്സ്റ്റ് പിക്ചറിൽ ഒരു ഡോഗും പിന്നെ പപ്പിയും ഉണ്ട്. പപ്പി എന്താ? ഡോഗിൻ്റെ ബേബി വൺസ് ആണ് പപ്പി. അപ്പോൾ മദർ അനിമൽ എന്താണ്? ആ ഡാഷിൽ നമ്മൾ എന്ത് എഴുതാ? ഡോഗ്. അടുത്തത് ക്യാറ്റ് ഡാഷ്, ക്യാറ്റും അതിൻ്റെ ബേബിയുണ്ട്. അപ്പോൾ ക്യാറ്റിൻ്റെ ബേബിയുടെ പേരെന്താണ്? എന്താ വിളിക്കുക? കിറ്റൻ. അടുത്തത് ഗോട്ടിൻ്റെ ബേബി ഏതാ? കിഡ്. ഗോട്ടിൻ്റെ ബേബിക്ക് പറയുന്ന പേര് കിഡ് എന്നാണ്. അപ്പോൾ നമ്മൾ ആ ഡാഷിൽ മദർ അനിമലിൻ്റെ പേരാണ് എഴുതി കൊടുക്കേണ്ടത്. മദർ അനിമലിൻ്റെ പേര് ഗോട്ട് എന്ന് എഴുതാം. ഇനി നമുക്ക് താഴത്തെ പിക്ചർ നോക്കാം. താഴെ എന്താണ്? കാക്കയാണ് അല്ലേ? കാക്കയുടെ കുട്ടിക്ക് എന്താ പറയുക? ചിക്ക്. അപ്പം മദർ ബേർഡ് കാക്കയാണ്. കാക്കയ്ക്കോ? ക്രോ. അടുത്തത് ഔലറ്റ്. മൂങ്ങയ്ക്ക് എന്താ പറയുക? ഔൾ. അപ്പോൾ ഔളിൻ്റെ കിഡാണ് ഔലറ്റ്. അപ്പോൾ നമുക്കിവിടെ
owl എന്ന് എഴുതി കൊടുക്കാം. അടുത്ത നമുക്ക് നോക്കാം. ലെറ്റ്സ് റീഡ് എ പോയം ആൻഡ് റിസൈറ്റ്. താഴെ ഒരു പോയം തന്നിട്ടുണ്ട്, അതിന് ഒന്ന് റിസൈറ്റ് ചെയ്യാം. ഹാപ്പിനെസ്. ഹാപ്പിനെസ് പറഞ്ഞാൽ എന്താ? സന്തോഷം അല്ലേ? എ സീഡ് ഈസ് ഹാപ്പി വെൻ ഇറ്റ് ബിക്കംസ് എ റൂട്ട്. ഒരു സീഡ് പറഞ്ഞാൽ എന്താ? വിത്ത്. ഒരു വിത്ത് എപ്പോഴാണ് ഹാപ്പി ആവുന്നത്? വെൻ ഇറ്റ് ബിക്കംസ് എ റൂട്ട്. അതൊരു വേരാവുമ്പോൾ, റൂട്ട് പറഞ്ഞാൽ എന്താണ്? വേര്. അതൊരു വേരാവുമ്പോഴാണ് ആ സീഡ് ഹാപ്പി ആവുന്നത്. എ റൂട്ട് ഈസ് ഹാപ്പി വെൻ ഇറ്റ് ബിക്കംസ് എ ബഡ്. ആ റൂട്ട് ഹാപ്പി ആവുന്നത്, ആ വേര് ഹാപ്പി ആവുന്നത് എപ്പോഴാ? അത് ഒരു ബഡായി മാറുമ്പോൾ അല്ലേ? എ ബഡ് ഈസ് ഹാപ്പി വെൻ ഇറ്റ് ബിക്കംസ് എ സ്റ്റെം. ആ ബഡ് ഹാപ്പി ആവുന്നത് എപ്പോഴാ? അത് ഒരു സ്റ്റെമ്മായി, ഒരു തണ്ടായി മാറുമ്പോൾ, അതിൽ നിന്നൊരു തണ്ടായിട്ട് വരുമ്പോഴാണ് അത് ഹാപ്പി ആവുന്നത്. ആൻഡ് എ സ്റ്റെം ഈസ് ഹാപ്പി വെൻ ഇറ്റ് ബിക്കംസ് എ ഫ്ലവർ. ആ സ്റ്റെം ഹാപ്പി ആവുന്നത് എപ്പോഴാ? അത് വലുതായൊരു ഫ്ലവറായി മാറുമ്പോൾ അല്ലേ? അതിൽ നിന്നൊരു ഫ്ലവർ വരുമ്പോഴാണ് ആ സ്റ്റെം ഹാപ്പി ആവുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് ആക്ടിവിറ്റി 8 നോക്കാം. മേക്ക് എ സിമിലർ സെൻറ്റൻസസ് യൂസിങ് ദ ക്ലൂസ് ഗിവൻ ബിലോ. ഇവിടെ കുറച്ച് സിമിലർ ആയിട്ട് മേലെ തന്നിട്ടുണ്ടായിരുന്നില്ലേ, എ റൂട്ട് ഈസ് ഹാപ്പി വെൻ ഇറ്റ് ബിക്കംസ് എ സ്റ്റെം എന്ന്, അതേപോലെയുള്ള കുറച്ച് സിമിലർ ആയിട്ടുള്ള വേർഡ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങൾ അത് യോജിപ്പിച്ച് എഴുതണം. ഒരെണ്ണം നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ടൂടെ തന്നിട്ടുണ്ട്. ഏതാണത്? എ ഫാദർ ബിക്കംസ് ഹാപ്പി വെൻ ഹിസ് ഫാമിലി ഈസ് സേഫ്. ഒരു ഫാദർ, ഒരു അച്ഛൻ എപ്പോഴാണ് ഹാപ്പി ആവുന്നത്? ആ ഫാമിലി സേഫായിട്ട് സുരക്ഷിതമായി ഇരിക്കുന്നു എന്ന് തോന്നുമ്പോഴാണ് അച്ഛൻ നല്ല ഹാപ്പി ആവുന്നത് അല്ലേ? അതേപോലെയുള്ള കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. ഞാൻ ആദ്യം ആ വേർഡ്സ് വായിക്കാം. ടീച്ചർ, മദർ, ഫാദർ, ഗ്രാൻഡ് ഫാദർ, കിഡ്. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ ഈ വേർഡ്സുകളാണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ കോളം നോക്കാം. ഗെറ്റ്സ് ലവ്, സ്റ്റുഡൻസ് ലേൺ വെൽ, ഗെറ്റ്സ് കെയർ, ഗെറ്റ്സ് എ ടോയ്, ഫാമിലി ഈസ് സേഫ്. അതാണ് രണ്ടാമത്തെ കോളത്തിലുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ആദ്യത്തെ കോളത്തിലെ വേർഡ്സും രണ്ടാമത്തെ കോളത്തിലെ വേർഡ്സും തമ്മിൽ യോജിപ്പിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ്? ടീച്ചർ. എങ്ങനെ എഴുതുക? എ ടീച്ചർ ബിക്കംസ് ഹാപ്പി വെൻ ഹർ സ്റ്റുഡൻസ് ലേൺ വെൽ. അല്ലേ? ഒരു ടീച്ചർ എപ്പോഴാണ് ഹാപ്പി ആവുന്നത്? ആ ടീച്ചറുടെ കുട്ടികൾ നന്നായി പഠിക്കുന്നു എന്ന് അറിയുമ്പോഴാണ് എന്താണ്? ടീച്ചർ ഹാപ്പി ആവുന്നത് അല്ലേ? അടുത്തതോ മദർ. എ മദർ ബിക്കംസ് ഹാപ്പി വെൻ ഷീ ഗെറ്റ്സ് ലവ്. ഒരു മദർ എപ്പോഴാണ് ഹാപ്പി ആവുന്നത്? നല്ല സ്നേഹം കിട്ടുമ്പോൾ അല്ലേ? കുടുംബത്തിൽ നിന്നും മക്കളുടെ അടുത്തു നിന്നും എല്ലാവർക്കും നല്ല സ്നേഹം ലഭിക്കുമ്പോഴാണ് ഒരു മദർ ഹാപ്പി ആവുന്നത്. അടുത്തതോ ഫാദർ. ഫാദർ നമ്മൾ പറഞ്ഞു തന്നെയാണ്, മേലെ തന്നിട്ടുണ്ടല്ലോ ഫാദറിൻ്റെ. എ ഫാദർ ബിക്കംസ് ഹാപ്പി വെൻ ഹിസ് ഫാമിലി ഈസ് സേഫ്. ഇനി അടുത്തതോ ഗ്രാൻഡ് ഫാദർ. ഒരു ഗ്രാൻഡ് ഫാദർ എപ്പോഴാണ് ഹാപ്പി ആവുന്നത്? എ ഗ്രാൻഡ് ഫാദർ ബിക്കംസ് ഹാപ്പി വെൻ ഹീ ഗെറ്റ്സ് കെയർ. ആ ഗ്രാൻഡ് ഫാദറിന് നല്ല കെയർ കിട്ടുമ്പോഴാണ് ഗ്രാൻഡ് ഫാദർ ഹാപ്പി ആവുന്നത്. പിന്നെ കിഡ്, ഒരു കുട്ടി. കുട്ടികൾ എപ്പോഴാണ് ഹാപ്പി ആവുക? എ കിഡ് ബിക്കംസ് ഹാപ്പി വെൻ ഹീ ഗെറ്റ്സ് എ ടോയ്. അവർക്ക് കളിപ്പാട്ടങ്ങൾ കിട്ടുമ്പോൾ അല്ലേ? നമ്മളും ചെറുതായിരിക്കുമ്പോൾ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് നല്ല സന്തോഷമല്ലേ? അതേപോലെ എ കിഡ് ബിക്കംസ് ഹാപ്പി വെൻ ഹീ ഗെറ്റ്സ് ടോയ്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസുകളെല്ലാം ഒന്ന് യോജിപ്പിച്ച് എഴുതാം. ഓരോ സെൻറ്റൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ നോട്ട്ബുക്കിൽ തന്നെ ഒന്ന് എഴുതി വയ്ക്കാം. അടുത്ത നമുക്ക് ആക്ടിവിറ്റി 9 നോക്കാം. ഹിയർ ഈസ് എ ഷോർട്ട് പോയം അബൌട്ട് എ പാരറ്റ്. റീഡ് ഇറ്റ്. ഇവിടെ ചെറിയൊരു പോയം കൊടുത്തിട്ടുണ്ട് പാരറ്റിനെ കുറിച്ചിട്ട്. അതൊന്ന് വായിക്കാം. ഗ്രീൻ പാരറ്റ്, ഗ്രീൻ പാരറ്റ്, ഗ്രീൻ പാരറ്റ്, ഹൗ ഡു യു ക്രൈ. ഗ്രീൻ പാരറ്റ്, പച്ചത്തത്തെ, ഹൗ ഡു യു ക്രൈ. നീ എങ്ങനെയാണ് കരയുന്നത്? സ്ക്രീച്ച്, സ്ക്രീച്ച്, സ്ക്രീച്ച് ഗോസ് മൈ ക്രൈ. സ്ക്രീച്ച്, സ്ക്രീച്ച്, സ്ക്രീച്ച് പറഞ്ഞിട്ടാണ് ഞാൻ കരയുന്നത്. അപ്പോൾ ഇതുപോലെ താഴെ ബ്ലാക്ക് ക്രോയിൻ്റെയും
കറുത്ത കാക്കയുടെയും വൈറ്റ് കാറ്റിൻ്റെയും തന്നിട്ടുണ്ട്. അപ്പം നമുക്കത് സ്വയം ചെയ്യണം. ഇതേപോലെ ഒരു 4 വരി പോയമായിട്ട് നിങ്ങൾ എഴുതണം. അപ്പോൾ അതെങ്ങനെ എഴുതാൻ നോക്കാം. Now write 4 lines about a crow. Give a title to. അപ്പോൾ ഇതിന് 4 വരി പോയം എഴുതിയാൽ മാത്രം പോരാ, അതിനൊരു ടൈറ്റിലും കൂടി കൊടുക്കണം. അപ്പോൾ നമുക്ക് ടൈറ്റിൽ എന്ത് കൊടുക്കാം? ബ്ലാക്ക് ക്രോ എന്ന് കൊടുക്കാം. എന്നിട്ടോ ബ്ലാക്ക് ക്രോ ഹൗ ഡു യു ക്രൈ, ക്രോ 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 ഗോസ് മൈ ക്രൈ, അങ്ങനെ കൊടുക്കാം. റൈറ്റ് എ സ്റ്റാൻസ എബൌട്ട് എ കാറ്റ്, ഗിവ് എ ടൈറ്റിൽ ടു. ഇതേപോലെ തന്നെ കാക്കയുടെ പറഞ്ഞ പോലെ തന്നെ ഈ കാറ്റിൻ്റെയും ഇതേപോലെ എഴുതാം. അപ്പം എന്ത് കൊടുക്കാം? നമുക്ക് ടൈറ്റിലായിട്ട് വൈറ്റ് കാറ്റ് തന്നെ കൊടുക്കാം. എന്നിട്ടോ വൈറ്റ് കാറ്റ് ഹൗ ഡു യു ക്രൈ, മിയോ 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 ഗോസ് മൈ ക്രൈ. അപ്പം ഇതുപോലെ നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. ഒബ്സർവ് ദ ബേർഡ്സ് അറൗണ്ട് യു ആൻഡ് പ്രിപ്പയർ എ ബേർഡ് വാച്ചിങ് ഡയറി ഇൻ യുവർ നോട്ട്ബുക്ക്. അതായത് നിങ്ങൾ ഒരു ബേർഡിനെ ഒബ്സർവ് ചെയ്യുക, ഒരു പക്ഷിയെ നോക്കിയിട്ട് നിങ്ങളുടെ ചുറ്റുപാടുള്ള ഏതെങ്കിലും ഒരു പക്ഷി, എന്നിട്ട് അതിനെക്കുറിച്ച് ആ ഒരു ബേർഡ് വാച്ചിങ് നിങ്ങൾ അതിനെ നിരീക്ഷിച്ച് അത് നിങ്ങളുടെ ഡയറിയിൽ, ബേർഡ് വാച്ചിങ് ഡയറിയിൽ ഒന്ന് കുറിച്ച് വയ്ക്കുക. അതായത് ഇപ്പോൾ മൈ ബേർഡ് വാച്ചിങ് ഡയറി പറഞ്ഞിട്ട് അതിൽ ഡേറ്റും ടൈമും എഴുതുക. എപ്പോൾ നിങ്ങൾ കണ്ടു, ഏത് ദിവസം കണ്ടു, അത് നിങ്ങൾ അവിടെ എഴുതുക. പിന്നെ നെയിം ഓഫ് ദ ബേർഡ്, ഏതാണ് ബേർഡ്, ഏത് പക്ഷിയാണത്, അതിൻ്റെ പേര് എഴുതുക. കളേഴ്സ്, ഒരു കളർ ഉള്ളതാണോ അതോ കുറേ കളേഴ്സ് ഉള്ളതാണോ? ഇപ്പോൾ കാക്കയൊക്കെ, ക്രോ ഒക്കെ ആണെങ്കിൽ ഒരു കളർ, ബ്ലാക്ക് മാത്രമേ ഉള്ളൂ അല്ലേ? അങ്ങനെ അതുമല്ല വേറെ പക്ഷികളാണെന്ന് വെച്ചാൽ പല കളറിലുണ്ട്, അങ്ങനെയുള്ളത് എഴുതാം. പിന്നെ സൈസ്, ബിഗ് ആണോ മീഡിയം ആണോ സ്മോൾ ആണോ അങ്ങനെ. പിന്നെ ആക്ഷൻസ്, ആ ബേർഡ് എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഫ്ലൈയിങ്, സിംഗിങ്, ഡൈവിങ്, ഈറ്റിംഗ്, നെസ്റ്റിംഗ്. ഒരു ബേർഡ് എന്തൊക്കെ ചെയ്യും അത് എഴുതാം. പിന്നെ വേർ ഡിഡ് യു സീ, നിങ്ങൾ എവിടെ വെച്ചാണ് കണ്ടത്? ഓൺ ദ ട്രീയിലാണോ, ഓൺ ദ ഗ്രൗണ്ടിലാണോ, അതോ ഇൻ ദ പോണ്ടിലാണോ, കുളത്തിലാണോ, അതോ ബിസൈഡ് മൈ ഹോം, എൻ്റെ വീടിൻ്റെ അരികിലാണോ എന്ന്. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളത് നന്നായി ബേർഡിനെ നിരീക്ഷിച്ച് ചെയ്യാം. ഒരു ഉദാഹരണം ഞാനിവിടെ ഇപ്പോൾ തരാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഉദാഹരണം ക്രോ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഡേറ്റ് ആൻഡ് ടൈമിൽ എന്ത് കൊടുത്തു? 26/9/24 എന്ന് കൊടുത്തു. നെയിം ഓഫ് ദ ബേർഡ് ക്രോ. കളേഴ്സിൽ എന്ത്? ബ്ലാക്ക്. സൈസ് സ്മോൾ. ആക്ഷൻസ് എന്തൊക്കെയാണ് ക്രോ ചെയ്യുക? ഫ്ലൈയിങ്, ഈറ്റിംഗ്, നെസ്റ്റിംഗ് പറഞ്ഞാൽ കൂട് കെട്ടുക. ഇനി വേർ ഡിഡ് യു സീ? ഓൺ ദ ട്രീ, മരത്തിന് മുകളിലാണ് ഞാൻ കാക്കയെ കണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ വേറെ നിങ്ങളെ ചുറ്റുപാടും കണ്ട പക്ഷികളുടെ ഡയറി എഴുതാം. ഓക്കെ.